കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു കൈരളി ടി.വി. ജ്വാല അവാർഡ്സ്. കൈരളി ടി.വി. ജ്വാല അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കൈരളി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്ന് വനിതാ സംരംഭകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കൈരളി ചെയർമാൻ മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. കൈരളി വേറിട്ട ചാനലാണ്, പല വേറിട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അവാർഡുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ചില മാനുഷിക വശങ്ങളാണ് കൂടുതലുള്ളത്. പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളിയുടെ ഈ വർഷത്തെ ജ്വാല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഇരു കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ജിലുമോൾ മരിയറ്റ് തോമസ് കൈരളി ചെയർമാൻ മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരം ഏറ്റുവാങ്ങി. ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ഈ നേട്ടം കൈവരിക്കുന്നയാളെന്ന നേട്ടവുമായാണ് ജിലുമോൾ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ജിലുമോൾ മാരിയറ്റ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത് പാഴ്വസ്തുവെന്ന് പറഞ്ഞു തള്ളുന്ന ചിരട്ടയിൽ നിന്നും കോടികൾ വരുമാനമുണ്ടാക്കാമെന്ന് തെളിയിക്കുകയും നിരവധി പേർക്ക് തൊഴിൽദാതാവുകയും ചെയ്ത തേങ്ങ എന്ന സംരംഭത്തിലൂടെ മികച്ച നവാഗത സംരംഭകയ്ക്കുള്ള പുരസ്കാരത്തിന് മരിയ കുര്യാക്കോസ് അർഹയായി. കേരളത്തിലെ ആദ്യ ആർത്തവ കപ്പ് ബ്രാൻഡും ഇന്ത്യയിലെ ആദ്യ സ്റ്റെറിലൈസേഷൻ കപ്പ് ബ്രാൻഡും യാഥാർത്ഥ്യമാക്കിയ ഫെമി സേഫ് എന്ന സംരംഭത്തിന്റെ നായിക നൗറീൻ ആയിഷക്കാണ് ഇത്തവണത്തെ മികച്ച സാമൂഹികോന്മുഖ സംരംഭകയ്ക്കുള്ള കൈരളി ജ്വാല പുരസ്കാരം. മികച്ച യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരം ലക്ഷ്മിദാസ് ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സൈബർ രക്ഷാ സംവിധാനം വികസിപ്പിച്ച പ്രൊഫൈസ് എന്ന സംരംഭത്തിന്റെ നായികയാണ് ലക്ഷ്മിദാസ്. സംരംഭക രംഗത്ത് വനിതകൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നും ചെറിയ തുടക്കങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനാകുമെന്നും കൈരളി ടി.വി. ഡയറക്ടർ എ. വിജയരാഘവൻ പറഞ്ഞു. അത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ വനിതകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ സംരംഭങ്ങളിൽ നിന്ന് തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ. കൈരളി ടി.വി. എം.ഡി. ജോൺ ബ്രിട്ടാസ് എം.പി, ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് സി.കെ. കരുണാകരൻ, വി.കെ. അഷ്റഫ്, അഡ്വക്കേറ്റ് എം.എം. മോനായി, എ.കെ. മൂസ മാസ്റ്റർ, ടി.ആർ. അജയൻ, വെങ്കിട്ടരാമൻ, ജൂറി അംഗങ്ങളായ ജി. വിജയരാഘവൻ, നിഷ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.